ടോക്സ് വിത്ത് രമണ മഹർഷി. സംഭാഷണം 14, 8 ജനുവരി 1935. ഒരു വൃദ്ധൻ ഹാളിൽ വന്നിരുന്നു. അരുണാചല അക്ഷരമണമാലയ്ക്ക് ശർമ്മ രചിച്ച സംസ്കൃത പാഠത്തിൻ്റെ സംശോധനം വായിക്കുകയായിരുന്നു മഹർഷി. ആ വൃദ്ധൻ മൃദുവായി ചോദിച്ചു, സാക്ഷാത്കാരം വാക്കുകൾക്ക് അതീതമാണെന്ന് പറയപ്പെടുന്നു. സാക്ഷാത്കാരത്തെ വർണ്ണിക്കേണ്ടി വരുമ്പോൾ വാക്കുകൾ പരാജയപ്പെടുന്നു. അതെന്തുകൊണ്ടാണ്? മഹർഷി: സാക്ഷാത്കാരത്തെ വർണ്ണിക്കുക അസാധ്യമാണെങ്കിലും അതുണ്ട് എന്ന് അരുണാചല അഷ്ടകത്തിലെ 3-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അധികം വൈകാതെ ആഗതനിൽ ഭക്തിപാരവശ്യത്തിൻ്റെ ലക്ഷണങ്ങൾ കാണാറായി. അദ്ദേഹത്തിൻ്റെ ശ്വാസഗതി ദീർഘവും ശക്തവുമായി. അദ്ദേഹം വിനയാന്വിതനായി നിലത്തു വീണ് മഹർഷിയെ സാഷ്ടാംഗം നമസ്കരിച്ചു. 1-2 മിനിറ്റുകൾ കഴിഞ്ഞാണ് എഴുന്നേറ്റത്. അല്പനേരം ശാന്തനായിരുന്നതിന് ശേഷം അദ്ദേഹം അവിടെ നിന്നും പോയി. അദ്ദേഹത്തിന് എന്തോ അനുഭൂതി ഉണ്ടായിട്ടുണ്ടെന്ന് വ്യക്തമാണ്. അയാൾ മഹർഷിയിൽ നിന്ന് അതിൻ്റെ സ്ഥിരീകരണം തേടി. മഹർഷി സമുചിതമായി പ്രതികരിച്ചു. ആ സ്ഥിരീകരണം കിട്ടിയതിനാൽ തനിക്ക് ലഭിച്ച കൃപയെ വിനയാന്വിതനായി ഹാർദവമായി സ്വീകരിച്ചതായി വെളിപ്പെടുത്തി. സംഭാഷണം 15. അണോരണീയം മഹതോ മഹീയം എന്ന ഉപനിഷത്ത് വാക്യത്തെപ്പറ്റി ഒരാൾ ചോദിച്ചു. മഹർഷി: ഒരു പരമാണുവിൻ്റെ ഘടന പോലും മനസ്സ് കണ്ടെത്തിയിരിക്കുന്നു. അതിനാൽ മനസ്സ് പരമാണുവിനേക്കാളും സൂക്ഷ്മമാണ്. അതിനാൽ യാതൊന്നാണോ മനസ്സിനും പിറകിലുള്ളതും ജീവാത്മാവ് എന്ന് വിളിക്കപ്പെടുന്നതുമായ അത് മനസ്സിനേക്കാൾ സൂക്ഷ്മമാണ്. സൂര്യവെളിച്ചത്തിൽ നൃത്തം വയ്ക്കുന്ന ഓരോ കണങ്ങളും ഓരോ പ്രപഞ്ചത്തെ പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ സൂര്യൻ പരമാത്മാവിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് തമിഴ് സിദ്ധനായ മാണിക്യവാചകർ പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി മഹർഷി പറഞ്ഞു. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല